വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസൈനിലോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഡിസൈൻ കറക്റ്റ് ആദ്യം തന്നെ നമ്മൾ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഒരു ഐഡിയാസ് ഉണ്ടാവില്ല, നമ്മൾ മൈൻഡിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഈ ഡിസൈനേഴ്സ് എന്ത് ചെയ്യും, ഒരു റഫായിട്ട് നമ്മളൊരു ഔട്ട്ലൈൻ, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു പേപ്പറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കും. 2 ടൈപ്പ് വയർ ഫ്രെയിം ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് വരയ്ക്കുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക ആൻഡ്രോം വയർ ഫ്രെയിം. രണ്ടാമത് ഡിജിറ്റലായിട്ട് എന്താ ചെയ്യുക, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് നമ്മൾ ഫിഗ്മയോ അല്ലെങ്കിൽ അഡോബിൻ്റെ XDയോ അല്ലെങ്കിൽ മിറോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഉണ്ട്, സ്കെച്ച് എന്നുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതേ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വയർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഫിസിക്കലി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കൈ കൊണ്ട് തന്നെ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒരു ആപ്ലിക്കേഷൻസിൻ്റെ ഫീച്ചേഴ്സും ഓപ്ഷൻസും എന്തൊക്കെയാണ് വരേണ്ടത്, എങ്ങനെ ഐക്കൺ എന്താ വരേണ്ടത്, ആ ഇമേജ് എവിടെ പ്ലേസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു റഫായിട്ട് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഒരു ഇമേജിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു ലോഗോ ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് അവിടെ ലോഗോന്നോ ഇമേജെന്നോ IMG എന്നൊക്കെ നമുക്ക് ടൈറ്റിൽ എഴുതി കൊടുത്താൽ മതി ജസ്റ്റ്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഹൈ ഫെർട്ടിലിറ്റിക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, അതിൽ ഐക്കണുകൾ ആഡ് ചെയ്യാൻ പറ്റും. അതിൽ എന്ത് ചെയ്യുക, കുറച്ചുകൂടി ടെക്സ്റ്റ് കുറച്ചുകൂടി അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.